അത് ബൈബിളിലെ ഒരു വാക്കാണ് കേട്ടോ, പയോധരങ്ങൾക്ക് കഷ്ടമെന്ന്. നിന്റെ പ്രസവിച്ച സ്ത്രീയുടെ പയോധരങ്ങൾക്ക് കഷ്ടമെന്ന് വെച്ചാൽ മുലയൂട്ടി അമ്മയ്ക്ക് കഷ്ടമെന്നായി പറയുന്നത്. ഇവനൊന്നും ബൈബിള് വായിച്ചിട്ടുണ്ടാവില്ല, രണ്ടുപേരും ക്രിസ്ത്യാനികളായിരുന്നു. പക്ഷെ അവന്മാരൊന്നും ബൈബിള് വായിച്ചിട്ടുണ്ടാവില്ല. ബൈബിള് വായിക്കുന്നവരാണെങ്കിൽ ഇത്തരം കർമ്മം ചെയ്യില്ല. കാരണം സ്വന്തം എന്താ പറയുക, റെസ്പോൺസിബിലിറ്റി ആയ ക്ലാസ് എടുക്കൽ, ആ ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്നല്ല, ആ ക്ലാസ് ടൈമിൽ, വർക്ക് ടൈമിൽ ഒരു കാരണവശാലും ഒരധ്യാപകനും ട്യൂഷൻ എടുക്കാൻ പോകാൻ പാടില്ല. അത് വലിയ ധർമ്മച്യുതിയാണ്. അവനെയൊക്കെ പിരിച്ചുവിടുകയാണ് വേണ്ടത്. ഇപ്പൊ നമ്മൾ കേട്ടില്ലേ, കുന്നംകുളത്ത് ഒരു പോലീസുകാരുടെ 3-ാം മുറയെ പറ്റി നമ്മൾ വളരെ ശ്രദ്ധയോടെ, ദുഃഖത്തോടെ, അമർഷത്തോടെ നമ്മൾ വീക്ഷിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന അതുപോലത്തെ അതിനേക്കാൾ ഹീനമായ ഒരു ധർമ്മമാണ് കോളേജ് അധ്യാപകൻ കോളേജിലെ ക്ലാസ് എടുക്കേണ്ട സമയത്ത് ട്യൂഷൻ സെന്ററിൽ പോയി ക്ലാസ് എടുത്ത് എക്സ്ട്രാ മണി ഉണ്ടാക്കുക, കോളേജിലെ ഫീസും പ്രൊമോഷനും ശമ്പള പരിഷ്കരണവും അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിക്കുക.